മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ.എം. എബ്രഹാമിന് ക്യാബിനറ്റ് പദവി. ഇതോടെ നിലവിലെ ആനുകൂല്യങ്ങൾക്ക് പുറമെ ക്യാബിനറ്റ് പദവിയിലുള്ള ആനുകൂല്യങ്ങളും ലഭിക്കും. 2021-ലാണ് എബ്രഹാമിനെ ചീഫ് സെക്രട്ടറിയായി നിയമിക്കുന്നത്. തുടർന്ന് കിഫ്ബിയുടെ ചുമതലയും അദ്ദേഹം വഹിച്ചിരുന്നു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ.എം. എബ്രഹാമിന് ക്യാബിനറ്റ് പദവി നൽകാൻ തീരുമാനമായത്. 2021-ലാണ് കെ.എം. എബ്രഹാമിനെ ചീഫ് സെക്രട്ടറിയായി നിയമിക്കുന്നത്. തുടർന്ന് കിഫ്ബിയുടെ സിഇഒ ആയിട്ടും ചുമതല വഹിച്ചു. നിലവിൽ ചീഫ് സെക്രട്ടറി സ്ഥാനത്തിന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് പുറമെ ക്യാബിനറ്റ് പദവിക്ക് നൽകുന്ന എല്ലാ സാമ്പത്തിക ആനുകൂല്യങ്ങളും ഇനി കെ.എം. എബ്രഹാമിന് ലഭിക്കും. മസാല ബോണ്ട്, കിഫ്ബി തുടങ്ങിയ സാമ്പത്തിക വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയത്താണ് കെ.എം. എബ്രഹാമിനെ ക്യാബിനറ്റ് പദവി നൽകിക്കൊണ്ട് മന്ത്രിസഭാ തീരുമാനം. ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്ന സ്ഥിരം പ്രവണതയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കിഫ്ബിയുടെ ചുമതല വഹിക്കുന്ന സമയത്ത് കെ.എം. എബ്രഹാമിന്റെ ജോലിഭാരം കുറയ്ക്കാനായി അധിക ഉദ്യോഗസ്ഥന്മാരെയും നിയമിച്ചിരുന്നു. സംസ്ഥാനത്ത് രൂക്ഷമായ ധനപ്രതിസന്ധി തുടരുമ്പോഴും പിണറായി സർക്കാർ ഇഷ്ടക്കാരെ പ്രീതിപ്പെടുത്തുന്നതിൽ നിന്നും വിട്ടുനിൽക്കുന്നില്ല. ജനം, തിരുവനന്തപുരം.